ഹലോ ഗൈസ്, എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി ഈ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുക കേട്ടോ. അത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതിൻ്റെതായ ടെൻഷൻ ഇട്ടിട്ട് എനിക്ക് നല്ലോണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരണേ. അപ്പോൾ ഞങ്ങൾ നാടെത്തിയിട്ട് 1 മാസത്തോളമായി. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. കുറച്ച് ചിരിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് എൻ്റെ ടീച്ചറിൻ്റെ വീട് അടുത്തടുത്താണ്, ഒരു സ്റ്റോപ്പ് വ്യത്യാസമൊക്കെ ഉള്ളൂ എന്ന്. അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുക കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ എഴുന്നേറ്റ് തന്നെ എൻ്റെ മുഖം ഉണ്ടോ ഫസ്റ്റ് പോയി നോക്കുന്നത്. മിക്ക ദിവസങ്ങളും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ചില ദിവസങ്ങളിലൊക്കെ ഫോൺ നോക്കും, അങ്ങനെ കേട്ടോ. പിന്നെ നമുക്കിന്ന് റെഡിയായി ഒരു അമ്പലത്തിൽ പോകേണ്ട കാര്യമുണ്ട്. പെട്ടെന്ന് റെഡി ആവണം. നമ്മുടെ പാലക്കാട് ചിറ്റൂർ ഭഗവതിയുടെ കൊങ്ങമ്പടയുണ്ട്. കൊങ്ങമ്പട എന്ന് പറയുന്ന ഒരു വേലയാണ്. ആ വേല നടക്കുന്ന ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് രാവിലെ പോയി അമ്പലത്തിൽ തൊഴാൻ പോകണം. അപ്പോൾ പെട്ടെന്ന് കുളിച്ച് റെഡി ആവണം. പിന്നെ ഞാനൊന്ന് എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോൾ അമ്മ മിറ്റടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അമ്മ മിറ്റടിച്ചോട് ഞാനും അമ്മയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് കിച്ചോട്ടൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചോട്ടനും ചേച്ചി അച്ഛനൊക്കെ വരുന്നുണ്ട് കേട്ടോ അമ്പലത്തേക്ക്. ഇപ്പോൾ നമ്മളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുളിച്ച് റെഡി ആവണം. ആ കാലം നമ്മുടെ പഴയ വീടാണ് കേട്ടോ. പഴയ വീട്ടിൽ നമുക്കൊരു കുഞ്ഞു കടയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ അതാ മിറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു കേട്ടോ. നല്ലൊരു ഉള്ളിൽ നല്ല ചൂടാണ്. പുറത്ത് വന്നപ്പോൾ എന്തോ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നിട്ട് നേരെ പോയിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ബ്രഷ് ചെയ്ത് പുറത്ത് വന്നു. നല്ല ചൂടുണ്ട് ഉള്ളിൽ, നല്ല ചൂടാണ് ഇപ്പോൾ പാലക്കാട്. ഒരു ദിവസം മഴ പെയ്തായിരുന്നു. മഴ പെയ്തപ്പോൾ ചൂട് കൂടിപ്പോയിട്ടോ. നല്ല ഉറങ്ങാനൊന്നും അത്ര ബുദ്ധിമുട്ടാണ്. രാത്രിയൊന്നും കിടന്ന് ഉറക്കേ വരുന്നില്ല കേട്ടോ. പിന്നെ ഒരു കൂളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂളറാണെങ്കിൽ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്. പിന്നെന്താ, അപ്പം ഞാനൊന്ന് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് ഓടിപ്പോയി കുളിക്കണം. കുളിച്ചൊന്ന് റെഡി ആവണം. പിന്നെ എൻ്റെ മിക്ക ഡ്രസ്സുകളും അവിടെ കിച്ചോറിൻ്റെ വീട്ടിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അബുദാബിയിൽ പോയിട്ട് നേരെ വന്ന് ഞാനിപ്പോൾ ഇടാനുള്ള തൽക്കാലം ഒരു കുഞ്ഞു പെട്ടിയിലാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ പുറത്ത് പോകേണ്ട ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സെറ്റ് മുണ്ട് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അമ്മമ്മയുടെ കുറേ മുണ്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേക്കൊക്കെ എടുത്ത് കൊടുത്തതെന്നൊന്ന് ഞാൻ എല്ലാം ഒന്ന് കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് ബ്ലൗസ് ഉണ്ടായിരുന്നു അതിന് മാച്ചായിട്ട്. ശരിക്കും ആ ഒരു ബ്ലൗസ് കിട്ടിയപ്പോൾ അതിന് മാച്ചായിട്ട് അമ്മമ്മയുടെ മുണ്ട് പൊക്കിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുളിച്ച് വന്ന് ഒന്ന് നിവിയുടെ ഒരു ക്രീമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇതാ ഈ മുണ്ടാണ് കേട്ടോ. പുതിയ മുണ്ടായിരുന്നു എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലേ. മുണ്ടാണെങ്കിൽ ഞാനൊന്ന് സെറ്റ് മുണ്ടാണെങ്കിൽ ഒന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യണ്ടോ. സെറ്റ് മുണ്ട് മിക്കവാറും ഞാൻ തന്നെയാണ് ഉടുക്കാറ്. എനിക്ക് സാരി ഉടുക്കാൻ അങ്ങനെ കിട്ടില്ല. അപ്പം വേഗം ഞാൻ അമ്മമ്മയുടെ മുണ്ടെടുത്തു. ഇത് എൻ്റെ എൻഗേജ്മെൻറ്റ് വെച്ച ബ്ലൗസായിരുന്നു കേട്ടോ. 5 വർഷത്തോളം ആയപ്പോൾ അത് ഒരു 2 സ്റ്റിച്ച് അയച്ചു വിടേണ്ടി വന്നു കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. പിന്നെ അങ്ങനെ മുണ്ടൊന്ന് എനിക്കറിയും പോലെയൊക്കെ ഒന്ന് നല്ലോണം ഡ്രൈ ആവുന്ന സ്കിന്നാണ് എൻ്റെ. നിവ്യയുടെ ക്രീം തേച്ച് കുറച്ച് നേരം ആകുമ്പോഴേക്കൊക്കെ ഫേസ് അങ്ങനെ ഡ്രൈ ആയിട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ കൊടുത്തു. പിന്നെ ഈ കമ്മൽ കൽപ്പാത്തിയേരിന് പോയി വാങ്ങിയതാണ് കേട്ടോ. കൽപ്പാത്തിയേരിന് എനിക്ക് ഈ മുണ്ടിനും ഈ ബ്ലൗസിനും മാച്ചായിട്ടുള്ള എല്ലാ സെറ്റ് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൂടി തന്നെയാണ് ഞാൻ ഈ മുണ്ട് കൊടുക്കാൻ കാരണം. കൽപ്പാത്തിയേരിന് വാങ്ങിച്ചൊരു കമ്മലാടേ. അപ്പോൾ ഞാൻ ഇതിടാമെന്ന് വിചാരിച്ചു. കമ്മൽ എവിടെ പോയാലും കമ്മലെടുക്കുന്ന പരിപാടി. അതിനിടയിൽ കൂടെ അമ്മ ഈ ഗ്യാപ്പിൽ കൂടെ നെയിൽ പോളിഷ് അടിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കളിയാക്കിയത് നീല സാരിക്ക് നീല പൊട്ടി വെച്ചിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു നെയിൽ പോളിഷും കൂടെ കൊടുത്തു. അത് നീല ആയിക്കോട്ടെ കൊണ്ട് അതും കൂടെ കൊടുത്തു. അതുപോലെ ഞാനൊന്ന് ഒരുങ്ങി എല്ലാം സ്കൈ ബ്ലൂവിലായിക്കോട്ടെ കൊണ്ടൊരു പൊട്ടും കൂടെ കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ എനിക്ക് അറിയുമ്പോഴേക്ക് സെറ്റ് മുണ്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വളരെ കുഞ്ഞ് ചെറിയ മുണ്ടാണ് കേട്ടോ. അത് നമുക്ക് ഉടുക്കാൻ പോലും എത്തുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അധികം ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഉടുത്തു. പിന്നെ ഐലൈനറും കൺമഷിയൊക്കെ കൊടുത്തു. ഒന്ന് റെഡിയായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് എടുക്കുകയാണ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ. അത് കാരണം എനിക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് പോലും ശരിക്കും അറിയുന്നില്ല. ആദ്യത്തെ ആയത് കാരണം നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരിക. ഇനിയൊക്കെ മാറ്റം വരുത്താട്ടോ നമുക്ക്. ആദ്യത്തെ ഇത് കാരണം ഒരു ചെറിയ ടെൻഷൻ കൊണ്ടാണ് കേട്ടോ. എങ്ങനെയാണ് സംസാരിക്കാമെന്ന് പോലും എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് അറിയുമ്പോഴേക്കാ എടുത്ത് റെഡിയായി. എന്തോ ഒരു കുറവുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ കേട്ടോ, ഒരു ചന്ദനക്കുരുടെ കുറവുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളങ്ങനെ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ കിച്ചോട്ടനുണ്ട് ഇതാ കാവ്യ മുണ്ട കൊടുത്തിട്ടായിരുന്നു കേട്ടോ. എനിക്ക് അമ്പലത്തിന് വരെ ഞാൻ പരാതി പറയായിരുന്നു, ഇന്നെങ്കിലും വേറെ മുണ്ട് കൊടുത്തിട്ട് വന്നുകൂടായിരുന്നില്ലേ, അകത്ത് കയറാണ്ടിരിക്കാനുള്ള പ്ലാനാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലകത്ത് കയറ്റി. പിന്നെ പൂജാരി ഒഴികെ ബാക്കി എല്ലാവരും കസമുണ്ടൊക്കെ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കിച്ചോട്ടൻ മാത്രമേ കാവ്യമുണ്ടെടുത്തത്. എൻ്റെ പരാതി ഞാൻ അവിടെ എത്തുന്ന വരെ തീർത്തു. പിന്നെ അവിടെ എത്തി കുറച്ച് മുല്ലപ്പൊക്കെ വാങ്ങിച്ച് നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ അകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തൊഴുത് വന്ന് പുറത്ത് വന്നപ്പോൾ 3 ആന ഉണ്ടായിരുന്നു. ഒരു ശീവേലിയുടെ ഒരു ടൈമായിരുന്നു കേട്ടോ. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ നേരെ ഈ ഒരു സെക്ഷനിലേക്ക് പോയി. ഇത് വിട്ട് കളിയില്ലല്ലോ, കൽപ്പാത്തി തേരിന് പോയ കമ്മലാണ് ഈ ഇട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നൊരു കമ്മലെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഏത് വേലയ്ക്ക് ഇടുകയെന്ന് അറിയില്ല. ഇവിടെ നിന്നൊരു കമ്മലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊരി വാങ്ങി. അമ്മയാണെങ്കിൽ എല്ലാ പ്രാവശ്യം ചിറ്റൂരിലെ കൊങ്ങമ്പടയ്ക്ക് വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഇപ്രാവശ്യം ആൾ കൊട്ടയാണ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്. പൂവൊക്കെ അമ്പലത്തിലേക്ക് പോവോ അല്ലെങ്കിൽ നമുക്ക് പൂജയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാനൊരു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കൊട്ട 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലേത് കളർ വേണം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു കേട്ടോ. ആദ്യം ഒരു ഗ്രീൻ എടുത്തു. പിന്നെ അതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഓറഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പം അമ്മ ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതെടുത്ത് കൈ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വാങ്ങി കുറച്ച് പൊരി കാര്യങ്ങൾ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നല്ല ചൂടുണ്ടായി പുറത്തെ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. എന്നാൽ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അവർ തിരിച്ചു പോകാം കേട്ടോ. കിച്ചോട്ടനും ചേച്ചിയും അച്ഛനും തിരിച്ചു പോയി. എന്നെ അമ്മയും ഇവിടെ വിട്ടിട്ട് പോയിട്ടോ. ഇനി നമുക്ക് വൈകുന്നേരം വേലയ്ക്ക് എന്നെ കൊണ്ടുപോകില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. അങ്ങനെ എന്നെ വിട്ടിട്ട് പോയപ്പോൾ ഇതാ പ്രസാദം വാങ്ങിയത് അമ്മമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ. അത് ഗുരുവായൂരിലെ പ്രസാദമാണ്. തലേ ദിവസം കിച്ചോട്ടൻ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പാൽപ്പായസമാണ് ആദ്യം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കടുമധുര പായസം, പിന്നെ അപ്പം, ഇതൊക്കെ ഇപ്പോൾ വാങ്ങിയതാണേ. അപ്പോൾ അമ്മമ്മയ്ക്ക് കൊടുത്തു കേട്ടോ പ്രസാദമൊക്കെ. അമ്മമ്മ ഞങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു പാവം. അപ്പോൾ അമ്മമ്മയ്ക്ക് കൊടുത്തു. ഞങ്ങളും പായസമൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട്. ഇപ്പോൾ തന്നെ സമയം 1 മണിയായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നലത്തെ മട്ടൻ കറി ഉണ്ടായിരുന്നു. പിന്നെ കിച്ചോട്ടൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വാളമീനും മത്തിയൊക്കെ മസാല ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അതും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മമ്മയും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയ്ക്കകത്ത് നോക്കുന്നത് ഞാൻ എടുക്കുന്നതൊക്കെ അതിൽ പെടുന്നുണ്ടോ ഈശ്വരാന്ന് അറിയാം. എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ. കാരണം ആദ്യമായിട്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്നത് ശരിക്കും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ അതിൽ പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അമ്മ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. സംസാരിച്ചു കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും സമയം 6 മണി ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി. കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ വേലയ്ക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ വേഗം റെഡിയായി. പിന്നെ അമ്പലം എത്തുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. 3 ആന ഉണ്ടായിരുന്നു. ആനയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ. ഇപ്പം എല്ലാവിടെയും ചൂടായത് കാരണം ആനയുടെയല്ലേ. ഇപ്പോൾ ആനയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷനായിട്ടോ. പിന്നെ അങ്ങനെയൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വീഡിയോ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കണ്ടോ ഇതുപോലത്തെ തിരക്കായിരുന്നു കേട്ടോ. അത്രയും തിരക്കായിരുന്നു. വീഡിയോ ഒന്നും അത്ര എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. നേരെ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടു കേട്ടോ കിച്ചോട്ടെ. എന്നിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് എടുക്കുകയാണ് ഈ വീഡിയോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.